നമസ്കാരം, വെൽക്കം ടു എക്സൽ മാത്സ്. നമ്മൾ ഇന്ന് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫോർത്ത് സെറ്റ് ഓഫ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏതെങ്കിലും രണ്ട് ടേംസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ രണ്ട് ടേംസിന്റെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസിന്റെയും കോമൺ ഡിഫറൻസിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഇന്ന് അടുത്ത സെറ്റ് ഓഫ് എക്സസൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Given in page number 21, in each of the arithmetic sequences below, some terms are missing and their positions are marked with circle. Find them. ഇവിടെ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ആദ്യം തന്നെ തന്നിരിക്കുന്നത് 24ഉം 42. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും അല്ലെ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. 42 മൈനസ് 24 8 18 ആണ് കോമൺ ഡിഫറൻസ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇനി 18 കൂട്ടി എഴുതി കഴിഞ്ഞാൽ ഈ രണ്ട് ടേംസ് കിട്ടുമല്ലോ, കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? 42 പ്ലസ് 18. അപ്പൊ എത്രയായി? 10 6. ഇത് എത്ര കിട്ടിയ? 60. ഇനി പ്ലസ് 18 അടുത്ത ടേം കാണാൻ പ്ലസ് 18 കൊടുത്തു, 78 കിട്ടി. ഇത് നമുക്ക് 78 കിട്ടി. ഇത് ഇത്രേ ഉള്ളൂ, കാരണം ഇത് സിമ്പിൾ ആയിരുന്നു. നമ്മുടെ ഒരു സീക്വൻസിലെ ആദ്യത്തെ രണ്ട് ടേം തന്നെ തന്നുകൊണ്ട് നമുക്ക് ഡിഫറൻസ് കാണാൻ എളുപ്പമായി. ഇനി അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഫസ്റ്റ് ടേം തന്നിട്ടില്ല, പക്ഷെ സെക്കൻഡും തേർഡും തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം കണ്ടുപിടിക്കണം. ഈ രണ്ട് ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെയും കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും, കാരണം എന്താ? ഇത് രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്, അടുത്തടുത്ത് കിടക്കുന്ന നമ്പർ ആണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് 42 മൈനസ് 24 എന്നാണ് 18 തന്നെയാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് ഇനി ബാക്കി ചെയ്യാം. അപ്പൊ ഈ ഫസ്റ്റ് ടേം കാണേണ്ട എങ്ങനെയാ? 24 നമുക്ക് 18 കുറച്ചാൽ മതി അല്ലെ. 24 മൈനസ് 18 എത്രയത്? 6. നമ്മളിവിടെ 6 എഴുതി. ഓക്കെ, ഇനി 42 പ്ലസ് 18 ചെയ്താൽ എത്ര കിട്ടുന്നത് നമുക്കറിയാം? 60 ആണ്. അപ്പൊ നമ്മൾ അടുത്ത നമ്പർ എത്ര എഴുതി? 60. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതും അതുപോലെ തന്നെ വരും. 24ഉം 42ഉം തേർഡും ഫോർത്തും ടേം ആണ്. നമുക്ക് അതിന് മുമ്പുള്ള രണ്ട് ടേമും കഴിഞ്ഞിട്ടുള്ള ഒരു ടേമും കാണണം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞാൽ ഇവിടെ വ്യത്യാസം ഉണ്ടോ കോമൺ ഡിഫറൻസിന്? ഇല്ല, ഇത് രണ്ടും കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് അല്ലെ. അപ്പൊ 42 മൈനസ് 24 എന്ന് പറയുന്നത് 18 തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇനി അടുത്ത എന്താ കണ്ടു? ഇവിടെ നമ്മൾ 24 മുമ്പുള്ള ടേം എത്രയാണ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 6. ഇനി 6 18 6 കുറച്ച് കഴിഞ്ഞാൽ കിട്ടണ നമ്പർ ഇവിടെ എഴുതിയാൽ മതി അല്ലെ. വലുതിന് ചെറുത് കുറയ്ക്കണം, കാരണം നമുക്ക് 6 18 കുറയ്ക്കാൻ നോക്കിയാൽ പറ്റില്ല. അപ്പൊ നമ്മൾ വലുതിന് ചെറുത് കുറച്ച് 18 6 കുറച്ചിട്ട് നെഗറ്റീവ് നമ്പർ, നെഗറ്റീവ് സിമ്പൽ ഇടും. 18 മൈനസ് 6 എത്രയാ? 12. അതായത് മൈനസ് 12 ആണ് ഇവിടുത്തെ നമ്പർ. ഇനി 42 പ്ലസ് 18 എത്രയാ നമുക്ക് അറിയാം, അത് 60. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോ കേസ് മാറി, കാരണം എന്താ? 24 ഫസ്റ്റ് നമ്പർ, 42 തേർഡ് ടേമാണ്. 24 ഫസ്റ്റ് ടേമും 42 തേർഡ് ടേമാണ്. ഇടയ്ക്ക് ഒരു നമ്പർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ വെച്ച് എന്ത് ചെയ്യും? നമ്മൾ പൊസിഷൻ ഡിഫറൻസ് കാണണം. അതുപോലെ തന്നെ ടേം ഡിഫറൻസിന്റെ ടേം ഡിഫറൻസ് എത്രയാന്ന് നമുക്കറിയാം. 42 മൈനസ് 24 18 ആണെന്ന് അറിയാം. ടേം ഡിഫറൻസ് TD 18 ആണെന്ന് അറിയാം, ടേം ഡിഫറൻസ്. ഇനി പൊസിഷൻ ഡിഫറൻസ് എന്താ? 3 മൈനസ് 1 2. ഇനി ഇത് തമ്മിലുള്ള ഇനി കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്വൈസ് ദ കോമൺ ഡിഫറൻസ് ആയിരിക്കും എന്ത്? പൊസിഷൻ ഡിഫറൻസ്. സോറി, ടേം ഡിഫറൻസ്. ട്വൈസ് ദ കോമൺ ഡിഫറൻസ്. ഇത് എക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആയിട്ട് എടുക്കുക. ഈ 2D കോമൺ ഡിഫറൻസിന്റെ ട്വൈസ് ആയിരിക്കും എന്ത്? ഈ ടേം ഡിഫറൻസ്. അതായത് 2D ഈക്വൽ ടു 18. Therefore കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും ഇവിടെ? 18/2 ഈക്വൽ ടു 9. ഓക്കെ, അപ്പൊ ഈ സെറ്റ് ഓഫ് സീക്വൻസിൽ എന്തായിരിക്കും കോമൺ ഡിഫറൻസ്? 9 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ 9 കോമൺ ഡിഫറൻസ് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഇനി അടുത്ത ടേം ആണ് 24 പ്ലസ് 9 ചെയ്യാം, അല്ലെങ്കിൽ 42 മൈനസ് 9 ചെയ്യാം. നമുക്ക് 24 പ്ലസ് 9 ചെയ്യാം. എത്ര കിട്ടണേ? 33. അടുത്ത ടേം ആണ് 33 ആണ്. ഇനി ഇവിടെ 42 പ്ലസ് 18 ചെയ്യാമോ? ഇല്ല. ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എത്രയാ? 9. അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 42 പ്ലസ് 9 അടുത്തത് ചെയ്യാം. 42 പ്ലസ് 9 51. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇവിടെ ചെയ്തതുപോലെ തന്നെ 24 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്, 42 എന്ന് പറയുന്നത് ഫോർത്ത് ടേം ആണ്. പക്ഷെ ഇവിടെ ഇടയ്ക്ക് ഒരു നമ്പർ തന്നെയാണ്. നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ D എന്ന് പറയുന്നത് എത്രയായിരിക്കും? 9 തന്നെയായിരിക്കും. നമുക്ക് നോക്കാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 24, അതുപോലെ ഫോർത്ത് ടേം എന്ന് പറയുന്നത് 42. അപ്പൊ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 18 തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. ഇനി ടേം ഡിഫറൻസ്
സോറി, ഇത് ടേം ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 18. ഇനി പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 4 minus 2 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആയിരിക്കും എന്ത്? 18 എന്ന് പറയുന്നത്. അതായത് ടേം ഡിഫറൻസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 18. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 18/2 9. സോ ഈ കേസുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇത് സെക്കൻഡ് മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 24 + 9 33. അതുപോലെ 24 - 9 ചെയ്ത ഫസ്റ്റ് ടേം കിട്ടില്ലേ? കിട്ടും. 24 - 9 എത്രയാ? 15. അത് കിട്ടി. ഇനി അടുത്തത് ഈ സെറ്റ് ചെയ്തു നോക്കാം. ഇവിടെ വ്യത്യാസമുണ്ട് അല്ലെ? ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 24. പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടേം ആണ് 42 വരുന്നത്. ഫോർത്ത് ടേം ആണ് 42 വരുന്നത്. നമുക്ക് പൊസിഷൻ ടേം ഡിഫറൻസ് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. 42 - 24 18 തന്നെ. പക്ഷെ പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 4 - 1 3 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്യുമ്പോൾ 18 കിട്ടണം. 3 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്യുമ്പോൾ, അതായത് 24ന് 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 42 കിട്ടുന്നത്. അപ്പൊ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 18 ആണ്. 3 ടൈംസ് ഓഫ് കോമൺ ഡിഫറൻസ്. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 18/3 6. അപ്പൊ 6 ആഡ് ചെയ്ത് പോയാൽ മതി എന്ന് മനസ്സിലായി. 24 + 6 30. 30 + 6 36. 36 + 6 42. Now let's move on to the next question. The terms in two positions of some arithmetic sequences are given below. Write the first 5 terms of each. ഓരോന്നിന്റെ 5 ടേംസ് വെച്ച് എഴുതണം. നമുക്ക് ആകെ തന്നിരിക്കുന്ന 2 ടേംസ് മാത്രമാണ്. നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. നമുക്ക് പൊസിഷൻ ഡിഫറൻസ് എടുത്തു നോക്കാം. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 6 - 3. 6 - 3 3 ആണ്. അതുപോലെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? ടേം ഡിഫറൻസ് TD = 67 - 34. എത്രയാ? 33. Therefore ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഡിഫറൻസിന്റെയും കോമൺ ഡിഫറൻസിന്റെയും പ്രൊഡക്റ്റ് ആണ് ടേം ഡിഫറൻസ്. അതായത് 3D = 33. Therefore കോമൺ ഡിഫറൻസ് D = 33/3 എത്രയാ? 11. അപ്പൊ കോമൺ ഡിഫറൻസ് 11 ആണ് നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാലോ. ഇതിൽ എങ്ങനെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം? നമുക്കറിയാവുന്ന തേർഡ് ടേം, അതായത് 34. ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് മുമ്പത്തെ, അതുകൊണ്ട് നമ്മൾ മൈനസ് ഇടും. മൈനസ് ഇനി എന്താ എഴുതണ്ടേ? എത്ര ടൈംസ്? തേർഡ് ടേമിന് എത്ര ടൈംസ് മുമ്പ് തന്നെ? 2 ടൈംസ് അല്ലെ? തേർഡ് ടേമിന് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടണം. അപ്പൊ 2 ടൈംസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 2 ടൈംസ് ആണ്. 34 - 2 × 11 എത്രയാ? 2 × 11 22. അതായത് 34 - 22 എത്രയാ? 12. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? 12 ആയി. ഫസ്റ്റ് ടേം കിട്ടി. അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടേം 12 ആയി. ഇനി നമുക്ക് എന്താ എഴുതാം? കോമൺ ഡിഫറൻസ് 11 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഈ 11 കൂട്ടി എഴുതി പോയാൽ പോരെ? 12 + 11 എത്രയാ? 23. സെക്കൻഡ് ടേം 23. തേർഡ് ടേം എത്രയാന്ന് നമുക്ക് അറിയാം? 34. എന്നാലും ചെയ്ത് നോക്കി. നമ്മൾ ചെയ്ത് ശരിയായി നോക്കി. കണ്ട 34 കിട്ടി. 34. ഇനി ഇതിനോട് അടുത്ത കോമൺ ഡിഫറൻസ് കൂട്ടുക 11. അപ്പോ 5 45. അടുത്ത് ഇനിയും കോമൺ ഡിഫറൻസ് കൂട്ടുക 6 5. അപ്പോ 56 എക്സെട്ര. കിട്ടിയുണ്ട്. അപ്പൊ കോമൺ ഡിഫറൻസ് നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു, ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു, പിന്നെ ആ കോമൺ ഡിഫറൻസ് അങ്ങ് കൂട്ടി എഴുതിപ്പോയി. അപ്പൊ നമുക്ക് ആ സീക്വൻസ് കിട്ടി 12 23 34 45 56 എക്സെട്ര. ഫസ്റ്റ് 5 ടേംസ് എളുപ്പമാണ്. നമ്മൾ ആദ്യം പൊസിഷൻ ഡിഫറൻസും കോമൺ ടേം ഡിഫറൻസും കണ്ടുപിടിക്കുക. അത് എത്ര ടൈംസ് ആണെന്ന് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. പിന്നെ അതങ്ങ് എഴുതി ചെയ്ത് പോയാൽ മതി. നമുക്ക് ഇനി ഇത് നോക്കാം. ഇതുപോലെ തന്നെ തേർഡ് ടേം എത്രയാ? തേർഡ് ടേം എന്ന് പറയുന്നത് 43. അതുപോലെ സിക്സ്ത് ടേം എന്ന് പറയുന്നത് 76. ഇവിടെ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 - 3 = 3. പൊസിഷൻ ഡിഫറൻസ് 6 - 3 3 ആണ്. ഇനി ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 76 - 43 അത് 33 ആണ്. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെ അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര വന്നു? 3D = 33 ആണ്. Therefore common difference equal to 33/3 equal to 11. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാലോ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ തേർഡ് ടേമിന് നമ്മൾ ട്വൈസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കും. ട്വൈസ് ഓഫ് ദി കോമൺ ഡിഫറൻസ്. തേർഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടി ഇതുപോലെ തന്നെ നമ്മൾ ട്വൈസ് ഓഫ് ദി കോമൺ ഡിഫറൻസ് കാണും. അത് എന്തുകൊണ്ട് അങ്ങനെ കാണണേ? നമുക്കിപ്പോ അറിയേണ്ടത് പൊസിഷൻ ഇങ്ങനെ എഴുതുക 3 4 ഒക്കെ.
5 6. നമുക്ക് അറിയാവുന്ന ടേം 43 ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടേം കിട്ടണം. അപ്പൊ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? 3 മൈനസ് 1 ആ 2 ആണ് ഇവിടെ എഴുതിയത്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്കറിയാം? 11. അപ്പൊ 43യിൽ നിന്ന് കോമൺ ഡിഫറൻസിന്റെ ട്വൈസ് കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. 43 മൈനസ് 22 ചെയ്താൽ മതി. എത്രയത്? 21. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 21 ആയി. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് 11 ആണെന്ന് അറിയാലോ. d ഈക്വൽ ടു 11 ആണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഇനി 11 കൂട്ടി കൂട്ടി പോയാൽ മതിയല്ലോ. നമുക്ക് സീരീസ് കിട്ടില്ലേ, അല്ലെങ്കിൽ സീക്വൻസ് കിട്ടില്ലേ? കിട്ടും. അപ്പൊ നമുക്കത് ഇവിടെ എഴുതാം. എന്താ അതിന്റെ അരിത്തമെറ്റിക് സീക്വൻസ്? ഫസ്റ്റ് ടേം 21, സെക്കൻഡ് ടേം 21 പ്ലസ് 11 32, തേർഡ് ടേം 43 ആണെന്ന് നമുക്ക് അറിയാം, നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. എന്നാലും ചെയ്തു നോക്കാം. 32 പ്ലസ് 11 കേട്ടോ 43. ഇനി 43 പ്ലസ് 11 54, 54 പ്ലസ് 11 അടുത്ത ടേം 5 6 65. നമ്മൾ ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിച്ചില്ലേ സീക്വൻസിന്റെ? തേർഡ് ടേം 2, ഫിഫ്ത് ടേം 3. ഇതിന്റെ പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 5 മൈനസ് 3. പൊസിഷൻ ഡിഫറൻസ് ഈക്വൽ ടു 5 മൈനസ് 3 ഈക്വൽ ടു 2. അതുപോലെ ടേം ഡിഫറൻസ് എത്രയാ? ടേം ഡിഫറൻസ് ഈക്വൽ ടു 3 മൈനസ് 2 ഈക്വൽ ടു 1. അതായത് പൊസിഷൻ ഡിഫറൻസിന്റെ ട്വൈസ് ആണ്, അല്ലെ സോറി, കോമൺ ഡിഫറൻസിന്റെ ട്വൈസ് ആണ് ടേം ഡിഫറൻസ് എന്ന് മനസ്സിലായത്. Therefore d is equal to 1/2. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഹാഫ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണ്ടേ? നമുക്ക് തേർഡ് ടേം എത്ര അറിയാവുന്നേ? 1 2 3 4 5 6. ഇതില് തേർഡ് ടേം 2 ആണെന്ന് അറിയാം. നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ തേർഡ് ടേം കുറയ്ക്കും. എത്ര കുറയ്ക്കും? 3 മൈനസ് 1 എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു ഹാഫ് കുറയ്ക്കും. അതായത് 2 എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ ഡിഫറൻസ്. 3 മൈനസ് 1 2. ഇനി ഡി ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഹാഫ് എന്ന് പറഞ്ഞാൽ ഡി കോമൺ ഡിഫറൻസ്. 2 മൈനസ് 2 ഇൻറ്റു ഹാഫ്. ഇത് ക്യാൻസൽ ആയി പോയി. ബാക്കി ഇവിടെ 1, അതായത് 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ? 1. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് ഹാഫ് ആണെന്ന് അറിയാം. അപ്പോ സെക്കൻഡ് ടേം ഇനി അടുത്ത ഓരോ ടേംസും കാണാൻ നമുക്ക് ഇത് കൂട്ടി കൂട്ടി പോയാൽ പോരെ? മതി. അപ്പൊ നമുക്ക് ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. Therefore arithmetic sequence is 1 and a half, പിന്നെ ഹാഫ് കൂട്ടുമ്പോ 2, അടുത്തത് ഒരു ഹാഫ് കൂട്ടുമ്പോ 2 and a half, അടുത്തത് കൂട്ടുമ്പോ 3, 2 and a half plus half 3, 1 2 3 4 5. അപ്പോൾ 5 ടേംസ് നമ്മൾ ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫോർത്ത് ടേം എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഫോർത്ത് ടേം അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ പൊസിഷൻസ് ഡിഫറൻസ് കാണണം, അല്ലെ? പി ഡി ഈക്വൽ ടു 7 മൈനസ് 4 എത്രയാണ്? 3. ഇനി അതുപോലെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? ടേം ഡിഫറൻസ് ഈക്വൽ ടു 3 മൈനസ് 2 ഈക്വൽ ടു 1. അപ്പോൾ ഇതിന്റെ റിലേഷൻ എങ്ങനെയാ? 3 ടൈംസ് ഓഫ് കോമൺ ഡിഫറൻസ് ഈസ് 1. 3 ടൈംസ് ഓഫ് കോമൺ ഡിഫറൻസ് ഈസ് ടേം ഡിഫറൻസ് 1. Therefore common difference equal to 1/3. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 1/3 എന്ന് കിട്ടി. ഇനി ഇത് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. ഫോർത്ത് ടേം അറിയാം 2 ആണ്. 1 2 3 4 5. ഇത് പൊസിഷൻ ആണ്. ഫസ്റ്റ് അറിയില്ല, സെക്കൻഡ് അറിയില്ല, തേർഡ് അറിയില്ല. നമുക്ക് അറിയാവുന്ന ഫോർത്ത് ടേം 2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം. നമ്മൾ എന്താ ചെയ്യാ? ഫോർത്ത് ടേം 2 നിന്ന് 4 മൈനസ് 1 3 ഇൻറ്റു ഇനി കോമൺ ഡിഫറൻസ് എത്രയാ? 1/3. ഇത് കുറയ്ക്കും. ഇത് ഫോർത്ത് ടേം മൈനസ് ഇതൊന്ന് 3 കൊണ്ട് എങ്ങനെ കിട്ടിയത് നമുക്ക്? 4 മൈനസ് 1, അതായത് പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്. 2 മൈനസ് 3യും 3യും ക്യാൻസൽ ആയി. 2 മൈനസ് 1 1. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേ? 1 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് 1/3 ആണെന്ന് അറിയാം. അപ്പൊ ഇനി സീക്വൻസ് എഴുതി പോയാലോ? 1/3 കൂട്ടി കൂട്ടി എഴുതി പോയാൽ. അപ്പൊ 1 പ്ലസ് 1/3 എന്ന് പറയുമ്പോൾ 1 and 1/3. ഇനി അടുത്ത 1/3 കൂടുമ്പോ 1 and 2/3. അടുത്ത കൂടുമ്പോ 2 ആയി, അല്ലെ? 1 2/3 പ്ലസ് 1/3 ആണ്. അപ്പൊ അത് 2 ആയി. അടുത്തത് 2 1/3. 1 2 3 4 2 1/3 എക്സെട്ര. ഇതാണ് അതിന്റെ അരിത്തമെറ്റിക് സീക്വൻസ്. 1 1 and 1/3, 1 2/3, 2 2 1/3 എക്സെട്ര. നമ്മൾ അടുത്ത ടേം നോക്കുകയാണ്. ഇതുപോലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 5 മൈനസ് 2. പൊസിഷൻ ഡിഫറൻസ് 5 മൈനസ് 2 എത്രയത്? 3. ഇങ്ങനെ എഴുതാം. 5 മൈനസ് 2 ഈക്വൽ ടു 3.
ഇനി ടേം ഡിഫറൻസ് എത്രയാ? അത് 5 minus 2. Sorry, term difference 2 minus 5. 2 minus 5 is equal to minus 3. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 3d. പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു minus 3. Therefore d is equal to minus 3 by 3 minus 1 ആണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയത്. അപ്പോൾ സെക്കൻഡ് ടേം 5 ആണെന്ന് അറിയാം. സെക്കൻഡ് ടേം 5 ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്താ? 5 മൈനസ് ഈ മൈനസ് 1 ചെയ്താൽ മതിയോ? 5 മൈനസ് മൈനസ് 1. 5 എന്ന് പറഞ്ഞ സെക്കൻഡ് ടേം. ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ അതിനോട് കോമൺ ഡിഫറൻസ് കുറച്ചു. ഇവിടെ കോമൺ ഡിഫറൻസ് തന്നെ നെഗറ്റീവ് നമ്പർ ആണ്. മൈനസ് മൈനസ് കൂടി ചെയ്യുമ്പോൾ പ്ലസ് ആയി. അപ്പോൾ 5 പ്ലസ് 1 6 ആയി. നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ചെയ്താൽ എന്താ? ആദ്യത്തെ നമ്പർ 6, രണ്ടാമത്തെ നമ്പർ എത്രയാ? തന്നിട്ടുണ്ട് 5. ഇനി മൈനസ് 1 കൂട്ടി എഴുതി പോയാൽ പോരെ. അപ്പോ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 മൈനസ് 1 ആയിരിക്കും. അതായത് 5 പ്ലസ് മൈനസ് 1. കോമൺ ഡിഫറൻസ് ഇനി കൂട്ടിയാണ് നമ്മൾ സീക്വൻസ് ചെയ്താൽ മതി. അപ്പൊ 5 മൈനസ് 1 എന്നുള്ളത് 4 ആയി. അടുത്തത് 4 മൈനസ് 1 3, 3 മൈനസ് 1 2, എക്സെട്ര. ഫസ്റ്റ് 5 ടേംസ്. Okay. Now let's move on to the third question. The fifth term of an arithmetic sequence is 38 and the ninth term is 66. What is its 25th term? എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? ഫിഫ്ത് ടേം 38 നയൻത് ടേം 66 ആണ് അല്ലെ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 25th ടേം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഇത്രയും നേരം ചെയ്തതുപോലെ തന്നെ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ഫിഫ്ത് ടേം ആദ്യം നമുക്ക് പൊസിഷൻ ഡിഫറൻസ് കാണാം. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 9 മൈനസ് 5, 9 മൈനസ് 5 4. ഇനി ടേം ഡിഫറൻസ് എത്രയാ? ടേം ഡിഫറൻസ് ഈക്വൽ ടു 66 മൈനസ് 38 28. ടേം ഡിഫറൻസ് 28 കിട്ടി. അപ്പൊ ഇതിന് നമുക്ക് എന്താ മനസ്സിലായേ? 4 times of common difference is 28. Therefore common difference equal to 28 by 4, which is equal to 7. കോമൺ ഡിഫറൻസ് എത്ര? 7 ആണ്. ഇനി നമുക്ക് ഇവിടെ എന്താ കാണണ്ടേ? 25th ടേം. അപ്പൊ നമ്മൾ 25th ടേം കാണുകയാണ്. A25 ഈക്വൽസ് നമുക്ക് അറിയാവുന്നത് 5th ടേം ആണ് അല്ലെ? നമുക്ക് രണ്ട് ടേം പറയാം, ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. നമ്മൾ 5th ടേം എടുക്കുകയാണ്. അപ്പൊ 5th ടേം എത്രയാ? 38 പ്ലസ് 25th ടേം ആകണ്ടേ, അതുകൊണ്ട് നമ്മൾ പ്ലസ് സിമ്പിൾ ഇട്ടു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടേ? ടേം ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ് ചെയ്യേണ്ടത്. സോറി, പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ് ചെയ്യേണ്ടത്. പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 25 മൈനസ് 5. 25th ടേം ആണ് കാണണ്ടേ, നമുക്ക് 5th ടേം ആണ് അറിയാവുന്നത്. അപ്പൊ 25 മൈനസ് 5 20. 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് 7, അതായത് 38 പ്ലസ് 140 is equal to 178. അപ്പൊ A25 അല്ലെങ്കിൽ 25th ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? 178. So we are winding up today's class. Hope you all understood. See you soon in the next video. Till then, bye.